അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ആരാണോ 5 വഖത്ത് നിസ്കരിക്കുന്നത് അവര് നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു 5 വഖത്ത് ആരൊക്കെ നിസ്കരിക്കുന്നവരുണ്ടോ അവർ നാളെ എൻ്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിസ്കരിക്കാത്തത് ഒരു വലിയ പാപമായി പുതിയ തലമുറ കാണുന്നില്ല. അത് പാപമാണെന്ന് കള്ളുകുടിയും പെണ്ണുപിടിയും പലിശ തീറ്റി ഇതൊക്കെ പാപം. നിസ്കരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല തന്നെ. എന്തിനാ വെള്ളിയാഴ്ച പോയാൽ പോരെ? ജുമായ്ക്ക് മാത്രം പള്ളിയിൽ പോയാൽ പോരെ? എന്തിനാണ് രാവിലെ 4 മണിക്കും ഒക്കെ പോകുന്നത്? വല്ലപ്പോഴും സമയമുള്ളപ്പോൾ 1-2 വഖത്ത് മഗ്രിബ് ഇശായോ വല്ല സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി ഇറങ്ങിയാൽ മതി. ഈ പ്രായമുള്ളവർക്കും ഉസ്താദന്മാർക്കും പറഞ്ഞിട്ടുള്ളതല്ലേ ഇതൊക്കെ. നമുക്കിപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കേണ്ടവർ യുവത്വം അല്ലേ, അത് പൊളിക്കാനുള്ളത് ഇങ്ങനെ നടക്കുക. ഇപ്പം വേണമെങ്കിൽ ചോദിക്കും, എന്തേ ഉസ്താദെ പള്ളിയിൽ പോയാലും എവിടെ പോയാലും നിസ്കാരം ഉസ്താദന്മാർക്ക് വേറെ വിഷയമൊന്നുമില്ലേ? എന്ന് നോക്കിയാലും നിസ്കാരം, ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ? പിന്നെ എന്തിനെ കുറിച്ച് പറയണം സഹോദര? പിന്നെ നിസ്കാരമല്ലാതെ എന്തേ പറയണ്ടേ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിച്ച് തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ മുത്തി നബിയുടെ ചുണ്ടനങ്ങി. അള്ളാഹുവെ ചെവി കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അള്ളാൻ്റെ റസൂല് കള്ളു കുടിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, പലിശ തിന്നരുതെന്നല്ല പറഞ്ഞത്, ഹജ്ജിന് പോകാനല്ല പറഞ്ഞത്, ഉംറയ്ക്ക് പോകാനല്ല പറഞ്ഞത്, പള്ളി കെട്ടി കൊടുക്കാനല്ല പറഞ്ഞത്, സലാത്ത് പറയാനല്ല പറഞ്ഞത്, സദഖ കൊടുക്കാനല്ല പറഞ്ഞത്. മുത്തുനബി പറഞ്ഞ എന്തെന്നറിയുവോ? സഹാബ, ഉമ്മത്തി, നിസ്കാരത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടാ. ആ മരിക്കുന്ന സമയത്ത് പോലും, റൂഹ് പിടിക്കുന്ന സമയത്ത് പോലും മുത്തുനബി എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞത് നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ഉപേക്ഷിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ റക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ മരണത്തിൻ്റെ വേളയിൽ പോലും ഇത് പറയണമെങ്കിൽ ആ നിസ്കാരത്തിന് എന്തോ മഹത്വമില്ലേ? അതില്ലെങ്കിൽ മുത്തുനബി അത് പറയുമായിരുന്നോ? ആ മരണത്തിൻ്റെ വേളയിൽ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളും മഹത്വമുള്ള വേറെ എന്തേ പറയണ്ടേ? നമുക്കത് നിസ്സാരം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്തായി സഹാബി കിടക്കുന്നേ. ഇന്നും മദീനത്ത് ചെന്നാൽ കാണാം 2 പേര് വലത്തും ഇടത്തും കിടക്കുന്നുണ്ട്. അവിടെ കിടക്കുന്ന ഈ സഹാബി പറയുകയാ, കാരണമില്ലാതെ ഒരു വഖത്ത് നിസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖള ആക്കിയാൽ അവൻ ഇസ്ലാമിന് പുറത്തായി പോകും, കാഫിറായി പോകുമെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കാരണമില്ലാതെ മുടക്കിക്കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര മുസ്ലിമീങ്ങൾ കാണും? മുസ്ലിം എന്ന് പറഞ്ഞിറക്കണ എത്ര പേര് കാണും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു, കാരണം എന്താ? കാരണം നിസ്കാരം മുടക്കാൻ പറ്റുന്ന കാരണം എന്താ? നമ്മുടെ താത്താമാര് വിചാരിച്ചിരിക്കുന്നത്, സിറാജ് ഉസ്താദെ മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ, അടുക്കളയിൽ കയറി ശരീരം വിയർത്താൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ, കിളയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റൂ. ഇതൊക്കെ ആരാ പറഞ്ഞെന്നേ? ഇതൊക്കെ ആരാ പറഞ്ഞേ? കാരണമെന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മളിൽ പലരുടെയും വീടിൻ്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. ഈ രോഗം പിടിച്ചിട്ട് ചിലപ്പോൾ നിന്റെ വാപ്പായ്ക്ക് എഴുന്നേക്കാൻ പറ്റൂല, ഒരാളുടെ സഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റൂല. ഇങ്ങനെ കിടക്കണ ഈ വാപ്പായ്ക്കും ഉമ്മായിക്കും നിസ്കാരം നിർബന്ധമുണ്ടോ? ഇല്ലേ? നിസ്കാരം നിർബന്ധമുണ്ടോ? നമ്മുടെ കാര്യം പോകട്ടെ, ഈ രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് എന്ത്? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം. ഫിഖഹിന്റെ പണ്ഡിതന്മാർ പറയുന്നു, കടന്നു നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കിയിട്ട് നിസ്കരിക്കണം, അതിനു പറ്റാത്തവൻ ഹൃദയം കൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ ചിന്തിച്ച് നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും നിസ്കാരം നിർബന്ധമാണ്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാണ്. പക്ഷെ നമുക്ക് എന്ത് രോഗമാവാപ്പാ? നമുക്ക് എന്താ ചെറുപ്പക്കാരെ, എന്ത് അസുഖത്തിൻ്റെ പേരിലാ ഞാനും നിങ്ങളും നിസ്കാരം മുടക്കുന്നത്? നിസ്കാരം അത്ര നിസ്സാരമായിട്ടുള്ള കാര്യം, കളിയും ചിരിയൊന്നുമല്ല.
നമസ്കാരം അങ്ങനെ കളിയാക്കി കളയേണ്ട കാര്യമല്ല. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്തു. ആ ഹജ്ജ് ചെയ്തിട്ട് അവസാനം അവിടുന്ന് വിടവാങ്ങുകയാണ്. അവസാനം അവിടുന്ന് കഅബയിൽ നിന്ന് പിരിയുമ്പോൾ ആ കഅബാലയത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പടച്ച റബ്ബിൻ്റെ ദർബാറിലേക്ക് തൻ്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അല്ലാഹുവിനോട് ദുആ ചെയ്ത ദുആ എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ശഹാദതൻ ഫീ സബീലിക വ മൗതതൻ ഫീ ബലദി നബിയിക. അവിടുന്ന് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. ഈ ദുആ കേട്ടപ്പോഴാണ് സ്വഹാബികൾ കണ്ണുതള്ളി നിന്ന് പോയത്. അവിടുന്ന് പറഞ്ഞു, അല്ലാഹ് എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാന്, എനിക്ക് ഷഹീദായി മരിക്കണം തമ്പുരാന്. എവിടെ കിടന്ന്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിൽ കിടന്ന് മരിക്കണം തമ്പുരാന്. ഇത് വല്ലാത്ത ഒരു മോഹമായിരുന്നു, നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല. സ്വഹാബികൾ അത്ഭുതപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലേക്ക് വന്നു, മദീനത്ത് വന്നു. ഖലീഫയാണല്ലോ. അല്ലാഹുവേ, ജുമഅക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ കയറി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഖുതുബയിൽ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ ഊസിയകും ബിതഖ്വല്ലാഹ്. അവിടുന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. അവിടുന്ന് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തു. എന്നിട്ട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് പോകാ സമയമായി, എൻ്റെ മരണം അടുത്തു സ്വഹാബാ. അടയാളങ്ങൾ കണ്ടു തുടങ്ങി സ്വഹാബാ. പടച്ചവനെ അവിടുന്ന് സ്വലാം പറഞ്ഞു പിരിഞ്ഞു. അസർ നിസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു, ഇശാ നമസ്കരിച്ചു, തൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ അസ്വലാത്തു ഖൈറും മിനൻ നവൂം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ടു. എല്ലാവരും പള്ളിയിലേക്ക് കടന്നു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഖലീഫയാണല്ലോ. ഇഖാമത്ത് കൊടുത്തു, ഇമാമായി കയറി നിന്നു. സുബഹിക്ക് നമസ്കാരത്തിന് കൈകെട്ടി അവിടുന്ന് ഫാത്തിഹ ഓതി. സൂറത്ത് യൂസുഫാണ് ഓതുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യൂസുഫ് ഓതി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് സ്വഹാബാക്കൾ പുറകിൽ നിന്ന് നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു കടാരയുമായി ഒരു ശത്രു കടന്നു വരികയാ. അബൂലുൽ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കടന്നു വന്നു. ഇമാമത്തായി നിൽക്കുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തിയങ്ങ് കുത്തിക്കേറ്റുകയാണ്. പിന്നെയും ഊരി കുത്തി ഉമർ തങ്ങളെ കുത്തുകൊണ്ടിട്ട് പിടയുകയാ. ഈ മനുഷ്യൻ ഇറങ്ങി ഓടുമ്പോ അതാ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്വഹാബത്ത് അവരിൽ പലരെയും കുത്തി മലർത്തികെട്ടാണ് പോയത്. 6 or 7 സഹാബാക്കൾ പിടയുകയാ. എൻ്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ മുന്നിൽ നിൽക്കുന്ന ഇമാമിനെ കുത്തി മലർത്തി തൻ്റെ ചാരത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7 പേര് അല്ലാഹുവേ മരണത്തോട് കിടന്നു മല്ലടിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയിൽ ആരംഗം കണ്ടുകൊണ്ടിരുന്ന സ്വഹാബത്തുണ്ടല്ലോ, ആരും നിലവിളിച്ചില്ല, ഒരാളും കൈയടിച്ചില്ല, ഒരാളും ജീവനം കൊണ്ടോടിയില്ല. ആ നിന്ന നിൽപ്പിൽ നിന്ന് ഒരാൾ പോലും മനങ്ങിയില്ല. കാരണം എന്തെന്നറിയുമോ? അവരെവിടെയാ നിൽക്കുന്നത്? അവരാരുടെ മുന്നിലാ നിൽക്കുന്നത്?
പറയുന്നത്, ഈ പ്രപഞ്ചം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്നവരാ. അവര് കൈകെട്ടിയിട്ട് പറഞ്ഞത് വെറുതെയല്ല. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി. അവര് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞതല്ല, അവര് ഹൃദയം കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞതാ. അല്ലാഹുവേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, എന്റെ ജീവിതവും എന്റെ മരണവും നിനക്കാ അല്ലാഹ്. ഒരാൾ പോലും പതറിയില്ല, എല്ലാവരും അതേ നിൽപ്പ്. ഉമർ തങ്ങളെ പിടഞ്ഞ് വീഴുമ്പോ അവിടെന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹാബാ, ആരെങ്കിലും കേറി നിൽക്കു സഹാബാ. ഉമർ തങ്ങൾ സൂചന കൊടുത്തു. അതാ തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് കേറി നിന്നു. ഇമാമ് നിന്ന സ്ഥലത്തേക്ക് മഹാനബികൾ അവിടെ നിന്ന് കേറി നിന്നു. നിസ്കാരം തുടരുകയാ, നിസ്കാരം തുടരുകയാ. ആ സ്വഹാബിയുടെ കാലിന്റെ ചുവട്ടില് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നിങ്ങൾ ചിന്തിക്ക്, പള്ളിക്കകത്ത് നമസ്കരിച്ചുകൊണ്ടിരുന്നപ്പോ ഒരുത്തം പള്ളിക്കകത്ത് വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി ഇറങ്ങിപ്പോകുന്ന വഴിയിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന 6-7 പേരെയും കുത്തിയിട്ട് ഇറങ്ങിപ്പോയി. നമ്മളാണെങ്കിൽ ചിന്തിച്ചു നോക്ക്. അല്ലാഹു അഅലം. എന്നാൽ ഒരാൾ പോലും ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല. അതേ നിൽപ്പ്. കണ്ണിന്റെ മുന്നിൽ ഒരാൾ കിടന്ന് മരണവെപ്രാളത്തിൽ പിടയുകയാ ഉമർ തങ്ങൾ. ഒരാൾ പോലും അനങ്ങിയില്ല, അങ്ങനെ തന്നെ കൈകെട്ടി നിന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇമാമ് സൂചന കൊടുത്തു, എനിക്ക് വയ്യ, ആരെങ്കിലും ഒന്ന് കയറി നിൽക്കുക. അല്ലാഹു അക്ബർ. മഹാനായ അവിടുന്ന് സഹാബി കയറി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അതേ സ്ഥലത്തേക്ക് കയറി നിന്നപ്പോൾ ആ മഹാന്റെ കാലിൻ്റെ ചുവട്ടിൽ ആ ഉമർ തങ്ങൾ കിടന്ന് പിടയുന്നേ. ആ മഹാന്റെ കാലിൻ്റെ ചുവട്ടിൽ രണ്ടാമത്തെ ഖലീഫ മരണത്തോട് മല്ലടിക്കുക. എന്നിട്ടും കൈയഴിച്ചില്ല സഹോദര. അവിടെ നിന്ന് നിസ്കരിച്ചു, നിസ്കാരം പൂർത്തീകരിച്ചു. അതാ നിസ്കാരം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരം കിട്ട് പൂർത്തീകരിച്ചു, സലാം വീട്ടി. എല്ലാവരും കൂടെ ഓടിക്കൂടി. ഉമർ തങ്ങൾ ബോധം കെട്ട് കിടക്കുക, രക്തം ഇങ്ങനെ ഒഴുക, വായിലൊഴിക്കുന്ന വെള്ളം അടിവയറ്റിലൂടെ പോകും. അങ്ങനത്തെ ഉമർ തങ്ങൾ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുക. എല്ലാവരും കൂടിയിട്ട് വിളിക്കുക, അള്ളാഹുവെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാലോ. എല്ലാവരും വിളിച്ചു, എഴുന്നേക്കണില്ല. ആ സമയത്ത് പള്ളിക്കകത്ത് മകനിരിക്കുന്നുണ്ട്, ഉമർ തങ്ങളുടെ മോൻ. ഉമർ തങ്ങളുടെ പൊന്നുമകൻ പള്ളിക്കകത്തുണ്ട്. എത്ര വിളിച്ചിട്ടും തൻ്റെ വാപ്പ എഴുന്നേക്കാതെ വന്നപ്പോൾ മകനൊരു വഴി പറഞ്ഞു കൊടുക്കുക. എൻ്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറയാം. സഹാബ, എൻ്റെ വാപ്പ എഴുന്നേക്കണോ, എൻ്റെ വാപ്പാടെ ബോധം തിരിച്ചു വരണോ, ഞാനൊരു വഴി പറയാം. എൻ്റെ ഉപ്പാടെ ചെവിയിൽ ആരെങ്കിലും നിസ്കരിക്കാൻ സമയമായി എന്നൊന്ന് പറയാൻ. എൻ്റെ വാപ്പാടെ ചെവിയിൽ നിസ്കരിക്കാൻ സമയമായി എന്നൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, ഒരു സഹാബി ഉമർ തങ്ങളുടെ ചെവിയിൽ പറഞ്ഞു, ഉമറേ, നിസ്കരിക്കാൻ സമയമായി. അല്ലാഹുവേ, നിസ്കാരമെന്ന് കേൾക്കുമ്പോൾ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഞെട്ടി അങ്ങോട്ട് ഉണർന്നു. നമസ്കാരം എന്ന് കേട്ടതും അവിടെ നിന്ന് പടച്ചവനെ മരണപ്രാളത്തിലും ചാടി അങ്ങോട്ട് ബോധം അങ്ങോട്ട് തിരിച്ചു വന്നു. ഉമർ തങ്ങൾ ആദ്യം ചോദിച്ചത്, നിസ്കരിച്ചോ സഹാബ? നിസ്കാരം പൂർത്തീകരിച്ചോ സഹാബ? സ്വീകരിച്ചു, അൽഹംദുലില്ലാ. മുസ്ലിമാണോ കുത്തിയത്? അല്ല, അൽഹംദുലില്ലാ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഇതിനാ നിസ്കാരം എന്ന് പറയാ, ഇതിനാ നിസ്കാരം എന്ന് പറയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ 50 വക്കത്തൊന്നും വേണ്ട. സ്വർഗത്തിൽ പോകണമെങ്കിൽ 1 വക്കത്ത് നിസ്കരിച്ചാൽ മതി. 1 വക്കത്ത് നിസ്കാരം മതി സ്വർഗത്തിൽ പോകാൻ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ നമസ്കരിക്കാൻ കൈകെട്ടി സലാം വീട്ടി കഴിയുമ്പോൾ ഒന്നുകിൽ അവൻ സ്വർഗത്തിൽ, അല്ലെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുത്തിനബി പറയുകയാ. നാളെ സുബഹി നിസ്കരിക്കാൻ ഞാനും നിങ്ങളും നിസ്കാരപ്പായിൽ ചെന്ന് നിന്ന് കൈകെട്ടികെട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ സലാം അങ്ങോട്ട് വീട്ടുമ്പോൾ ഒരു മലക്കെന്നെ പിടിച്ചിട്ട് പറയും, സിറാജേ, നീ സ്വർഗത്തിന്റെ അവകാശിയാടാ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാ, ഈ പോകുന്ന വഴിയിൽ നീ മരിച്ച സ്വർഗത്തിലാ, പൊക്കോ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയും.
ഇനി എൻ്റെ നിസ്കാരം ശരിയായില്ലെങ്കിൽ മലക്ക് പറയും, എടാ നശിച്ചു പോയവനെ, എടാ അള്ളാടെ സ്വർഗം കളഞ്ഞല്ലോടാ നഷ്ടവാളി, നരകത്തിൻ്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ലുഹറിന് മുമ്പ് നീ തൗബ ചെയ്യാതെ മരിച്ചുപോയ നരകത്തിലാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വഅലുകൾ എന്തേപ്പാ കേട്ടിട്ട് നന്നാകാൻ പറ്റാത്ത? എല്ലാവരും പ്രഭാഷണങ്ങളും എന്തെല്ലാം കാര്യങ്ങൾ ഞാനും നിങ്ങളും കേൾക്കുന്നു. പണ്ടത്തെ പോലെ അല്ലല്ലോ, ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും വാഴുന്നുണ്ട് ഇല്ല. ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പ്രസംഗം, ഒരു മിനിറ്റെങ്കിലുമുള്ള പ്രസംഗം എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും മൊബൈലിലുണ്ട്. ഇന്ന് പലരും ഉറങ്ങുന്നത് തന്നെ വയത് കേട്ടിട്ടാ. അതല്ലേ പറയുന്നത്, ഉസ്താദ് നിങ്ങളുടെ വയത് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നത്. ഇന്ന് വയത് കേട്ടിട്ട് തന്നെ ഉറങ്ങുന്ന ഒരു സാഹചര്യം. ഇത്രയ്ക്കും എല്ലാവരും വയലുകൾ കേട്ടിട്ടും എന്തേ നന്നാകാൻ കഴിയാത്തത്? വാപ്പ ചോദിക്കുക, എന്തേ ഉസ്താദ് എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയത്? അത് ഞങ്ങളോടല്ല വാപ്പ ചോദിക്കണ്ടേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര നന്മ കേട്ടാലും നിങ്ങൾ ചിന്തിക്ക്, സ്വന്തം വാപ്പ ക്യാൻസർ പിടിച്ച് കിടക്കുന്ന വാപ്പ, കിഡ്നി തകർന്ന് കിടക്കുന്ന വാപ്പ, ഒരു സൈഡ് തളർന്ന് കിടക്കുന്ന വാപ്പ വീടിൻ്റെ അകത്ത് കട്ടിലി ഇരുന്ന് നിസ്കരിക്കുന്നത് മക്കൾ കാണും. എന്നാലും നമ്മൾ നിസ്കരിക്കൂല. ഈ വാപ്പായ്ക്ക് ഒതുവെടുപ്പിച്ച് കൊടുക്കുന്നതാരാ? ഉമ്മ. വാപ്പ നിസ്കരിക്കുന്നത് ഉമ്മ കാണും, എന്നാൽ ഉമ്മ അവിടെ കിടന്നുറങ്ങും, നിസ്കരിക്കൂല. എന്തുകൊണ്ട് സഹോദര? നമ്മുടെ ഹൃദയം ഇത്ര കല്ല് പോലാകാൻ കാരണമെന്തേ? നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നന്മ ഇറങ്ങാത്തതിൻ്റെ കാരണമെന്തേ? ഞാനൊരു ചരിത്രം പറയാം. ഇമാം റാസി തങ്ങൾ തൻ്റെ തഫ്സീറിൽ ഈ ചരിത്രം പറയുന്നുണ്ട്. ഈ ചരിത്രം അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹൃദയം കരിങ്കല്ല് പോലെയാകാനുള്ള കാരണമെന്താ. നമ്മുടെ ഹൃദയം നന്മ ഇറങ്ങാത്ത ഹൃദയമാകാനുള്ള കാരണമെന്താ? മഹാനായ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുകയാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, ഈ ചരിത്രം നിന്റെ ഹൃദയത്തിൽ ഇറങ്ങട്ടെ. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാതെ ഇന്നത്തെ വഅദ് നിന്റെ ഹൃദയത്തിൽ ഇറങ്ങുന്ന വഅദാകട്ടെ. അല്ലാഹുവേ, അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് കാനത്ത് ഇംറഅത്തുൻ തസീഹു ഫീ സിഖഖിൽ മദീന, മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്, കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. ദല്ലൂനി അലാ മുഹമ്മദ്, അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? ആരെങ്കിലും മുത്തുനബി എനിക്കൊന്ന് കാണിച്ചു തരുമോ? അള്ളാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ നിലവിളിച്ചുകൊണ്ടൊരു പെണ്ണിങ്ങനെ ഓടുകയാണ്. അല്ലാ, സ്വഹാബത്ത് കാണിച്ചു കൊടുത്തു. പെണ്ണ് ആയിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ, അതാണ് ലോകത്തിന്റെ നേതാവ്. മുത്തുനബിയെ കാണിച്ചു കൊടുക്കുമ്പോ അതാ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് തൗബയുണ്ടോ നബിയേ? എന്റെ പാപം അല്ലാഹു പൊറുക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് നിലവിളിക്കുകയാണ്. മുത്തുനബി പറഞ്ഞു, നീ കരയരുത് പെണ്ണ്, നീ നിന്റെ നിലവിളിയൊന്ന് നിർത്തു. എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ നിലവിളിക്കുന്നത്? എന്തു പാപമാണ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്തത്? മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ് നബിയേ. എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ്. എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയാ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. ഒരുപാട് വർഷങ്ങൾ കഴിയും. പോയതാ നബിയേ, വർഷങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് അങ്ങനെ ജോലിക്ക് പോയപ്പോ, എന്റെ ഭർത്താവ് അങ്ങനെ കച്ചവടത്തിന് പോയപ്പോ, ഇന്നി സനൈതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മുത്തുനബിയേ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ ഞാനൊരു അന്യപുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ. ഞാൻ വ്യഭിചരിച്ചു നബിയേ. ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചു നബിയേ. അവിടെ ആ പെണ്ണ് വ്യഭിചരിക്കുകയാണ്. ആ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി. ആ വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി. കുഞ്ഞിനെ കൊന്നുകളഞ്ഞില്ല.
അല്ലാഹുവേ ആരും അറിയാതെ കൊണ്ട് നടക്കുകയാ. കാരണം ഭർത്താവ് നാട്ടിലില്ല, വീട്ടിലാരുമില്ല, പരിസരത്ത് ആൾക്കാരില്ല. അതുകൊണ്ട് ആരും അറിയാതെ കൊണ്ട് നടന്നു. ആ പെണ്ണിങ്ങനെ ഗർഭം ചുമക്കുകയാണ്. അല്ലാഹുവേ 9.5 മാസം കഴിഞ്ഞു. യാ റസൂലല്ലാഹ്, ഞാൻ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. അവിടെ നിന്നൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. ഒരു പൊന്നുമോനെ അവിടെ നിന്നൊന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോ ആ പെണ്ണ് ചെയ്തതെന്തെന്നറിയുമോ? തൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയാ. ആ ചോരക്കുഞ്ഞിനെ കണ്ട് കൊതിതീരുന്നതിന് മുമ്പ് ആ കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ലുകയാണ്. എന്നിട്ട് ഈ പെണ്ണ് ചെയ്തതെന്തെന്നറിയുമോ? ഈ പെണ്ണിൻ്റെ ജോലി എന്തെന്നറിയുമോ? ഈ പെണ്ണിൻ്റെ ജോലി എന്തെന്നറിയുമോ? സുറുക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. അല്ലാ, ഇന്നൊക്കെ പലരും വാറ്റുചാരായമുണ്ടാക്കുമല്ലോ. പൂച്ചയൊക്കെ കൊന്നിട്ട് ബാൽട്ടറിയൊക്കെ ഇട്ടിട്ട് ഇന്ന് വാറ്റുചാരായമുണ്ടാക്കുമല്ലോ. പടച്ചവനെ, അതുപോലെ ഈ പെണ്ണിന്റെ ജോലി സുറുക്കയുണ്ടാക്കുന്ന ജോലിയാണ്. ആ പെണ്ണ് അങ്ങനെയാണ് ജീവിക്കുന്നത്. യാ റസൂലല്ലാഹ്, എൻ്റെ കുഞ്ഞിൻ്റെ മയ്യത്തുണ്ടല്ലോ, അത് ഞാൻ എന്തേ ചെയ്തതെന്നറിയുമോ? ഫഅൽഖൈതുഹു ഫിദ്ദില്ലി. ആ പെണ്ണ് പറയുകയാണ്, ഏറ്റവും കൂടുതൽ പവറുള്ള, ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ ഒരു സുറുക്കയുടെ കുപ്പിക്കകത്തേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മയ്യത്തിട്ട് അടച്ചു വെച്ചു നബിയേ. മയ്യത്തെടുത്ത് സുറുക്കകത്ത് വെച്ച് അടച്ചു വെക്കുകയാ. അല്ലാ, അതിനകത്ത് കിടന്ന് അഴുകാൻ തുടങ്ങി. പടച്ചവനെ, ആ പിഞ്ചു കുഞ്ഞിൻ്റെ ഇറച്ചികൾ മുഴുവനും, ആ കുഞ്ഞിൻ്റെ കണ്ണുകളും എല്ലാം അലിയാൻ തുടങ്ങി. ആ സുറുക്കകത്തേക്ക് അലിഞ്ഞു ചേരുകയാണ്. കുഞ്ഞിൻ്റെ എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്ന് കളഞ്ഞപ്പോ എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നു. ഒരടയാളവും കാണാനില്ല. അങ്ങനെ എത്തിയപ്പോ യാ റസൂലല്ലാഹ് ഫജിതുഹാ, ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു. ഞാൻ കച്ചവടം നടത്തി, അത് വിറ്റിട്ട് പൈസ വാങ്ങി നബിയേ. അത് ഞാൻ കച്ചവടം നടത്തി നബിയേ. നാട്ടുകാർക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ. മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്. റസൂലുള്ള കരയുകയാണ്. കൈകാലുകൾ വിറയുകയാണ്. റബ്ബേ, എന്തൊരു പാപമാ അല്ലാ. ഒരു പെണ്ണിനിങ്ങനെയാകാൻ പറ്റുമോ? പടച്ചവനെ, 3 പാപം. അതാ വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ചാ എറിഞ്ഞു കൊല്ലണം. കൊലയ്ക്ക് പകരം കൊലയാണ്. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നത് വലിയ പാപമാണ്. 3 ദ്രോഹമാണ് ചെയ്തത്. മുത്തുനബി ആ പെണ്ണിനോട് ചോദിക്കുകയാ, പെണ്ണ്, നിന്റെ ഹൃദയം ഇങ്ങനെയാകാൻ എത്ര തെറ്റാ ചെയ്ത? 3 തെറ്റ്. മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, എൻ്റെ ഭർത്താവ് കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ ഒരുപാട് വർഷങ്ങളെടുക്കും. ഞാനൊരു ചെറുപ്പക്കാരനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു, ഗർഭിണിയായി, ആരും അറിയാതെ കുഞ്ഞിന് ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു, പ്രസവിച്ചു, ഞാൻ തന്നെ കൊന്നു നബിയെ. എന്നിട്ട് സുറുക്കയുടെ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ ഇറച്ചിയും എല്ലുകളുമെല്ലാം അതിനകത്തേക്ക് അലിഞ്ഞ് അതുമായി കൂടിക്കലർന്നു. ഒരടയാളവും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ കളഞ്ഞില്ല, അതും വിറ്റ് ഞാൻ കാശാക്കി നബിയെ. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയുമോ? നിന്റെ ഹൃദയം ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഫഇന്നി അറാ അന്നകി തറക്തിൽ സ്വലാത്തിൽ അസ്രി. ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. നീ അസർ നിസ്കരിക്കാത്ത പെണ്ണായില്ലേ? ഒറ്റ ചോദ്യം. നീ അസർ നമസ്കരിക്കാത്ത പെണ്ണല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസർ നമസ്കാരം ആര് ഉപേക്ഷിക്കുന്നുണ്ടോ അവൻ്റെ ഹൃദയം കട്ടിയായി പോകും, നന്മ നഷ്ടപ്പെട്ടു പോകുന്ന ഹൃദയമാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അസർ നമസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മോനെ നിസ്കരിക്കാറുണ്ടോടാ?
എത്ര വയത് കേട്ടിട്ട് നന്നാകാത്ത അതുകൊണ്ടാ ഉമ്മയെ തല്ലുന്നേ, അതുകൊണ്ടാ ഉപ്പാനെ ചീത്ത വിളിക്കുന്നേ, അതുകൊണ്ടാ മോനെ 18 വയസ്സ് തികഞ്ഞ മകള് കോടതിയുടെ വരാന്തയിൽ കിടന്ന് ജന്മം കൊടുത്ത വാപ്പയും ഉമ്മയും കരയുമ്പോൾ ഇവരെ വേണ്ട, അവനെ മതിയെന്ന് ഇറങ്ങിപ്പോകുന്നേ. മക്കളെ കുറ്റപ്പെടുത്തണ്ട. ഉമ്മാ വൈകുന്നേരം വീട്ടിലേക്ക് ട്യൂഷൻ സ്കൂൾ വിട്ട് വരുന്ന മക്കളെ ആരാ അസറ് നമസ്കരിപ്പിക്കുക? ഇങ്ങോട്ട് വിളിക്കും, കുളിച്ചൊരുക്കും, അടുത്ത വണ്ടി കയറ്റി വിടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മുത്തുനബി അവിടെ നിന്ന് ചോദിച്ചു, പെണ്ണേ നീ അസറ് നിസ്കരിക്കാത്ത പെണ്ണല്ലേ? അതേ നബിയെ, നിസ്കരിക്കൂല്ല നബിയെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വക്കത്ത് നിസ്കാരം മുടക്കിയ ആളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഈ 5 വക്കത്ത് നിസ്കരിക്കാത്തവൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിസ്കാരം എന്തിനാ നിസ്കരിക്കുക? എക്സസൈസ്, പള്ളിയിൽ പോ, കൈയിട്ട റുക്കൂ സുജൂദ്, ഇതിലൊക്കെ എന്താ നേരില്ലേ? ഇതിലെന്താ ഉസ്താദെ? പലരും ചോദിക്കുമല്ലോ, വേറെ പണിയൊന്നുമില്ല, എന്താ പള്ളിക്കകത്ത് പോക, ഇമാം എന്തോ ചെയ്യുന്നു, കൂടെ ചെയ്യണോ? അങ്ങനെ കൂടെ ചെയ്യും. എന്താ ഇതിനകത്തുള്ള പ്രതിഫലം? നീ വിചാരിച്ചു വെറുതെയാണ് 5 വക്കത്ത് പള്ളിയിൽ പോയി തലകുത്തി വീഴുന്നത്? വെറുതെയല്ല, അതിൻ്റെ കാരണമുണ്ട്, അതിന് മഹത്വമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാ 5 വക്കത്ത് നിസ്കാരമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് സലാത്ത് പറയാൻ മടിയുണ്ടോ? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പരിഹാരം. ഇപ്പം എല്ലാം പ്രശ്നമല്ലേ? ഒരു സത്യം ഞാൻ ചോദിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സാമ്പത്തികമായിട്ട് എല്ലാവരും തകർന്നു ഇല്ലേ ഉസ്താദെ? കൂടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് കൊടുക്കാൻ പൈസയില്ല ഉസ്താദെ. പഴയെന്ന് ചിന്തിച്ചേ, നമ്മുടെ വീട്ടിലൊക്കെ മന്തി ബിരിയാണി, ചുട്ട കോഴി, കറക്കിയ കോഴി, കരിച്ച കോഴി. ഇപ്പോൾ വല്ല കോഴിയുണ്ടോ? ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് പടച്ചവനെ വീട്ടിൽ എന്തായിരുന്നു? ഷവർമ, വൈകുന്നേരമായി കഴിഞ്ഞാൽ കുബൂസും കറങ്ങിയ കോഴി, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഉണ്ടോ സഹോദര? ഇപ്പൊ സവാള ഉള്ളവനാ രാജാവ് അല്ലേ? 160 140 ഇപ്പൊ അതിന്റെ വില. കൂടണം, ഇനിയും കൂടണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാത്തിൻ്റെ അഹങ്കാരം തീരണം. ഞാനതേ പറയത്തുള്ളൂ. വളരെ അഹങ്കാരം അള്ളാഹു അനുഗ്രഹം ചെയ്തപ്പോൾ അഹങ്കാരം കൂടും, സർവ്വതും കൂടും. ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തും. വന്ന വഴി മറന്നുപോയി നമ്മൾ പലരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്നത്, പഴയതുപോലെ ഒന്നുമില്ല. പലരുടെയും വീടിൻ്റെ അകത്ത് ഇപ്പൊ പഴവനെ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ തുടങ്ങി, ഇപ്പൊ കപ്പയൊക്കെ വാങ്ങി പുഴുങ്ങാൻ തുടങ്ങി. കാരണം എൻ്റെ പഴയതൊക്കെ മാറി, പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കാൻ തുടങ്ങി പലരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിച്ചാൽ പറ, എന്തേ ഇത്ര ഞെരുക്കം? എന്തേ സഹോദര? ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീടിൻ്റെ അകത്ത് ഇത്ര ഞെരുക്കം വന്നത് എങ്ങനെയാ? ഉടനെ നിങ്ങൾ പറയുന്ന മറുപടി, വെള്ളപ്പൊക്കം, നോട്ട് നിരോധനം, കേന്ദ്ര ഭരണം, ഇതൊക്കെ ഞങ്ങളെ വല്ലാതെ ബാധിച്ചു ഉസ്താദ്. ഇല്ലേ? നമ്മൾ പറയുന്ന ഒരു കാരണം ഇതൊക്കെയാ നമ്മൾ കാരണം പറയുന്നത്. എൻ്റെ സഹോദര, നിന്നെ തല്ലണ്ടേ സഹോദര? നീ ആലോചിക്കേ, ഈ നാട്ടിൽ കിടക്കുന്ന നിന്റെ വീടിൻ്റെ അകത്ത് നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാനില്ലാത്തതിൻ്റെ കാരണം ഓനാണോ? നിങ്ങൾ ചിന്തിക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാ. ഒരിക്കലുമില്ല സഹോദര. നിന്റെ വീടിൻ്റെ അകത്ത് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയും നിന്റെ പെണ്ണും പിള്ളയും മക്കളുവാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞുതരാം, തെളിവ് സഹിതം ഞാൻ പറഞ്ഞുതരാം. എടാ, നിന്റെ വീടിൻ്റെ അകത്ത് പട്ടിണി വന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് സാമ്പത്തിക ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നീയും നിന്റെ കുടുംബവുമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന വ്യക്തി ആരെന്നറിയോ? രാവിലെ മുതൽ കിളയ്ക്കാൻ പോകുന്ന ഒരാൾക്ക് 600, 700, 800 ഇതല്ലേ കൂലി? പറചങ്ങാതി ആണോ? നേരെ ഇരുന്ന് എല്ലാവരും ശൈത്താൻ വന്ന് തടകുന്നു. രാവിലെ കിളയ്ക്കാൻ പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ ശമ്പളം എത്ര? ഇവിടെ എത്ര പറയൂ ഉസ്താദ്? 1000 രൂപയാണ്. അങ്ങനെ കിളയ്ക്കാൻ പോലെ നല്ലത്. ഇവിടെ 600 രൂപയുള്ളൂ. രാവിലെ മുതൽ 1 മണി വരെ, 8 മണി മുതൽ 1 മണി വരെ ജോലി ചെയ്യാൻ വരും. 600 രൂപ കൂലി. മേശിരിക്കാരൻ എത്രടാ റഫീഖ ശമ്പളം? 1000 രൂപ. 4 മണി വരെ അല്ലേ? 4 എന്നുള്ളത് 4:30 പോയി, പിന്നെ കൂടും. കൂടെ വരുന്നവന് 900. കൂടെ സിമെന്റ് കുഴയ്ക്കാൻ പോകുന്ന ആൾക്ക് 900. ഒരു ചേച്ചി ഉണ്ടെങ്കിൽ 800 രൂപ. ആശാരിപ്പണിക്കാരൻ 1000 കൂടത്തില്ല, കൂടും. എന്നാൽ പള്ളി ജോലി ചെയ്യുന്ന ഉസ്താദിൻ്റെ ശമ്പളം എത്ര എന്നറിയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? പള്ളി ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ്റെ ശമ്പളം എത്ര എന്നറിയോ? കൂട്ടി നോക്കണം വാപ്പ. 75 രൂപ, 80 രൂപ, 100 രൂപ. അതിൽ കൂടുതൽ വാങ്ങണ ആരുമില്ല. കൂടിപ്പോയാൽ 130 രൂപ.
ഈ 130 രൂപ വാങ്ങുന്ന ഉസ്താദ് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പെണ്ണുമ്പിള്ളയും മക്കൾ പട്ടിണി അടക്കുന്നുണ്ടോ? അള്ളാടെ പള്ളി ബാങ്ക് വിളിക്കുന്ന ഏതെങ്കിലും ഒരു മുഅദ്ദിൻ സാഹിബിൻ്റെ മക്കൾ വല്ലതും തായ് എന്ന് പറഞ്ഞ് തെണ്ടി നടക്കുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട അപ്പം നിങ്ങൾ പറയും അത് അള്ളാഹു ബർക്കത്തിട്ടുണ്ട്. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടുന്ന സാധനം അത് ഉസ്താദിനെ മാത്രമല്ലടാ, എല്ലാവർക്കും കിട്ടും. ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ 25,000 മേടിക്കുന്നു, മാസം 30,000 ഉണ്ട്. പക്ഷേ ഈ ഒരു ദിവസം 100 രൂപ മാത്രം കിട്ടുന്ന ഈ ഉസ്താദിന് കറണ്ട് ബില്ലടയ്ക്കണം. പലരെ കടയിൽ പോയിട്ട് ഫാത്തിഹ ഓതി അരി കിട്ടുമോ? മീൻ കച്ചവടക്കാരൻ്റെ വാപ്പാടെ കവർ വിശാലമാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മീൻ കൊടുക്കും. എന്നും കൊടുക്കുമോ? അണ്ണാച്ചി എടുത്ത് പാല് പിടിക്കാൻ പോയിട്ട് ഫാത്തിഹ ഓതിയാൽ കിട്ടുമോ? ഇല്ലല്ലോ. എല്ലാം പൈസ തന്നെ കൊടുക്കണം. ഉസ്താദിനും കറണ്ട് ബില്ലടക്കണം, പാല് വാങ്ങണം, പച്ചക്കറി വാങ്ങണം, പലചരക്ക് വാങ്ങണം, മീൻ വാങ്ങണം. ഉസ്താദിൻ്റെ പെണ്ണുമ്പിള്ളയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം. മക്കൾ പഠിക്കാൻ വിടുന്നുണ്ട്, വസൂലി കൊടുക്കണം, ട്യൂഷൻ കൊടുക്കണം. ഉസ്താദിൻ്റെ പെണ്ണുമ്പിള്ളയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുക്കണം. ഈ കേവലം ഒരു ദിവസം 100 രൂപ ശമ്പളം കിട്ടുന്ന, കേവലം ഒരു മാസത്തിൽ 10,000, 12,000, 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഉസ്താദ് ഇതെല്ലാം ചെയ്തിട്ടും ബാക്കി ബാങ്കിലാണ് കൊണ്ടിടുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദിനെ എന്തേ GST ബാധിക്കാത്ത? ഉസ്താദിനെ എന്തേ കേന്ദ്രഭരണം ബാധിക്കാത്ത? ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലോകത്ത് ആരുടെ വീടിൻ്റെ അകത്ത് ദാരിദ്ര്യമുണ്ടായാലും ഒരു വീടിൻ്റെ അകത്ത് അള്ളാഹു ഒരിക്കലും പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സാക്ഷാൽ ദജ്ജാൽ എന്ന് പറയുന്ന ഒരുത്തൻ വരാനുണ്ട്. അവൻ്റെ ഷർറിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവൻ വന്നിട്ട് രാജ്യം ഭരിച്ചാലും നിന്റെ കൂരയിൽ എല്ലാ ദിവസവും തിന്നാൻ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാകും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നല്ലൊരു ആമീൻ പറ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. വെറുതെ കിട്ടുമോ? പറ, കിട്ടുമോ? കിട്ടൂല. അള്ളാഹ് പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മതി. തലകുത്തി ഒന്നും നിൽക്കണ്ട, തലകീഴായിട്ടൊന്നും നിൽക്കണ്ട, രാവും പകലും കിടന്ന് കഷ്ടപ്പെടണ്ട. അള്ളാഹ് പറയുന്നു, മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം, ഞാൻ തരുവടാ. രാഷ്ട്രീയക്കാരനല്ല അള്ളാഹ്, എൻ്റെ റബ്ബ് എന്നോട് പറയുന്നു, സിറാജെ, ഞാൻ പറയുന്ന ഒരു കാര്യം നീയും നിൻ്റെ പെണ്ണുമ്പിള്ളയും മക്കളും ചെയ്താ മരിക്കുന്നത് വരെ ഞാൻ തരുവടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? മനസ്സുള്ളവരൊക്കെ ഒന്ന് കൈവക്ക്. നിനക്ക് വേണമെങ്കിൽ പൊക്ക്. നിൻ്റെ പെണ്ണുപിള്ളയും മക്കളും പട്ടിണി കിടന്ന എനിക്കിവിടെ എന്നാ? നിനക്ക് വേണമെങ്കിൽ പൊക്ക്. എൻ്റെ കാര്യം നോക്കിയാൽ എന്താ ഉസ്താദേ? നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ പോരെ? ഞാൻ പഠിച്ച ഇൽമ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഈ ഒരു കാര്യം ചെയ്താൽ ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയുടെ മുന്നിലും ഇങ്ങനെ പോണ്ട, ലെറ്റർ പേടും പിടിച്ച് സംഘടനകൾക്ക് അപേക്ഷ എഴുതി കൊടുത്തിട്ട് കാത്തിരിക്കുക, മോളെ കെട്ടിക്കണം. എന്താ വേണ്ടപ്പ? പണക്കാരന്മാരുടെ വീട് ഇപ്പം റിമോട്ടാ, പണ്ടതുപോലൊന്നുമല്ല. യാചകർ നിരോധിച്ചിരിക്കുന്നു. എഴുതി പോകണ്ടട ചങ്ങാതി, വീട്ടിൽ ഇരുന്ന് മരിക്കണ കാലം വരെ തിന്നാം. അള്ളയല്ലേ പറഞ്ഞ തരാന്ന്, ഞാനല്ലല്ലോ. ഖുർആൻ ഉണ്ടല്ലോ, വിശ്വാസം ഉണ്ടല്ലോ. ഖുർആൻ എടുക്ക്. 114 സൂറത്തുകൾ. അതിനകത്ത് സൂറത്തു ത്വാഹ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. ആ സൂറത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജ് എടുത്തിട്ട് അങ്ങോട്ട് നോക്ക്. 130 ആയത്തിന് ശേഷം ഒരായത്തുണ്ട്. ഞാൻ പറയുന്ന ഈ ആയത്തെടുത്തിട്ട് അർത്ഥം വായിച്ചു നോക്ക്. എന്നിട്ട് നാളെ മുതൽ ചെയ്യാൻ തീരുമാനിക്ക്. അള്ളാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്തൂടെ? ഒരു നല്ല ഇൻഷാ അല്ലാഹ് പറ. ഉറങ്ങുന്നവൻ എഴുന്നേക്കട്ടെ ഒന്നുകൂടെ. അള്ളാഹു പറയുകയാണ്, പെങ്ങളെ നല്ലതുപോലെ കേട്ടോ. ഉസ്താദേ ഭർത്താവിന്റെ ജോലി പോയി, പഴയതുപോലെ കച്ചവടമില്ല. ആ പരാതിയാണ്. കാണുന്നവരോട് മുഴുവനും പരാതിയാണ്. എന്തിനാ പെണ്ണെ പരാതി പറയുന്നത്? ഈ ലോകം മുഴുവനും പടച്ച റബ്ബ് പറയുകയാ, നീ ആരുടെ മുന്നിലും പിരിവിന് പോകണ്ട, നിന്റെ മക്കൾക്ക് വേണ്ടി യാചിക്കണ്ട. ഞാൻ തരാം ഭക്ഷണം. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ.
അല്ലയല്ലേ പറഞ്ഞത് വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. പടച്ചവൻ പറയുകയാണ്, ഈ പറയുന്ന ഒരേ ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്ത ആ വീടിന്റെ അകത്ത് മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, ഒരേ ഒരു കാര്യം ചെയ്തുകൂടെ? പൈസയൊന്നും കൊടുക്കണ്ട, പേടിക്കണ്ട, പൈസയൊന്നും വേണ്ട. അല്ലാഹു പറയുകയാ, 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും മക്കളും നിസ്കരിച്ച ഞാൻ തരും ഭക്ഷണം. നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്. ലാ നസ്അലുക റിസ്ക, നീയല്ല ഭക്ഷണം, ഞാനാടാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.